റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് ഒരു 5-8 ദിവസം നമ്മിൽ നിന്ന് പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇനിയുള്ള നാളുകളിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി, ഇത് മൂന്നും പറഞ്ഞു. നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളും കിതാബും ഇന്നലെ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വറുസുലിഹി എന്ന് പറയുന്ന പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുക. അതിൽ പിന്നെ ഒന്നും കളയാനില്ല. നിർബന്ധമായും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള കുറച്ച് ആഴത്തിലുള്ള പഠനം നമ്മൾ ഈ ചുരുങ്ങിയ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. പ്രാഥമികമായ കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഈ നബിമാർ എന്ന് പറയുന്നത്, നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അത് നമ്മൾ പഠിക്കണം, നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. എന്തായാലും മനുഷ്യരിൽ നിന്ന് ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത മനുഷ്യർക്കാണല്ലോ പ്രവാചകന്മാരെന്ന് പറയാം. ഒരു മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, മനുഷ്യരാണ്. അതും ഞാൻ ശേഷം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര പ്രവാചകന്മാർ? 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ്. ഇന്ന് ചില തഫ്സീറുകളിലൊക്കെ 1,00,000 ഒന്നുമല്ല, 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. മിനിമം ഏറ്റവും ചുരുങ്ങിയത് 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നബി നമുക്കറിയാം അബുൽ ബഷർ ആദം അലൈഹിസ്സലാമാണ്. അവസാനത്തെ നബി ഖാത്തിമുൻ നബിയാണ്. ഖാത്തിം എന്ന് പറഞ്ഞാൽ സീല് ചെയ്ത ആളുന്ന, പ്രവാചകത്വം അതോടുകൂടി സീല് ചെയ്യപ്പെട്ടു. അതാണ് ഖാത്തിമുൻ നബി. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാന പ്രവാചകൻ. അപ്പോൾ 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചപ്പോൾ അവർ എല്ലാവരും നബിയാണ്. ആദം നബി മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും നബിമാരാണ്. എല്ലാവരും നബിമാരാണ്. ആ നബിമാരെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ റസൂൽ എന്ന് പറയുന്ന പ്രത്യേക പദവി കൊടുത്ത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ റസൂലും നബിയും വ്യത്യാസമുണ്ട്. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. റസൂലും നബിയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. റസൂലും ഇത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. റസൂലും നബിയും വ്യത്യാസമുണ്ട്. ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ഉദാഹരണമാണ്. പിന്നെ അത് അയാൾ അങ്ങനെ ആക്കിയെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് തന്നെ എടുക്കണം. ഖുർആനിൽ ഈച്ചകളുടെ ഉദാഹരണമുണ്ട്, ഉറുമ്പിൻ്റെ ഉദാഹരണമുണ്ട്, 8 കാലിയുടെ ഉദാഹരണമുണ്ട്. 8 കാലി എന്തോ സംഭവമായിട്ടല്ല, ഉദാഹരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണമായിട്ട് മാത്രം തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ നിയമസഭയിൽ, കേരള നിയമസഭയിൽ 140 MLA-മാരുണ്ട്. ഈ 140 പേരും മുഖ്യമന്ത്രി അടക്കം 140 പേരും MLA-മാരാണ്. ഉറപ്പന്നല്ലേ, സംശയമൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് ആളുകളെ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനം കൊടുത്ത് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ മന്ത്രിമാരൊക്കെ MLA-മാരല്ലേ? സംശയമില്ലല്ലോ. എല്ലാ മന്ത്രിയും MLA ആണ്. എന്നാൽ എല്ലാ MLA-യും മന്ത്രിയല്ല. എന്ന പോലെ എല്ലാ നബിമാരും നബിയാണ്. എല്ലാ റസൂലും ആരല്ല? നബിയല്ല. നബിമാരിൽ നിന്ന്, നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് റസൂൽ എന്ന് പറയുന്ന പ്രത്യേക പദവി കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയത് 313 പേരാണ്. ഈ 1,24,000-ത്തിലധികം പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു തആല റസൂൽ, അതാണ് അംബിയ മുർസലീങ്ങൾ നമ്മൾ ചുരുക്കി പറയല്ലോ, അംബിയാക്കളും മുർസലീങ്ങളും എന്ന് പറഞ്ഞാൽ നബിയും റസൂലും. അപ്പോൾ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും നബിമാരാണ്. അതിൽ 313 പേര് റസൂൽ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനം കൊടുത്തിട്ട് ഈ 140 MLA-മാരിൽ ചില ആളുകൾ മന്ത്രിയാക്കുന്ന പോലെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട്. അവരെത്ര പേരാണ്? എത്ര പേരാ? 313 പേര്. 313 റസൂലാണുള്ളത്. ആരാണ് ആദ്യത്തെ റസൂൽ? ആദ്യത്തെ റസൂൽ ആരെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? നൂഹ് നബി അലൈഹിസ്സലാം. ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ റസൂൽ. ആദം നബി ആരല്ല? റസൂൽ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിയിട്ടില്ല ആദം നബിയെ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അറിയപ്പെടാ അവ്വലുർ റുസുൽ എന്നാണ് ചരിത്രത്തിൽ. അവ്വലുർ റുസുൽ, ആദ്യത്തെ റസൂല്. ഷെയ്ഖുൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറയും നൂഹ് നബിയെ. ഷെയ്ഖുൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും കാരണവർ എന്ന് പറയാൻ കാരണം പിന്നെ ആദ്യത്തെ റസൂൽ ആയതുകൊണ്ടും മാത്രമല്ല ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നബിയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ പറയണത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ? പഠിക്കണം എന്ന നിലക്കാണ് ഇങ്ങനെ പറയുന്ന, ഒരു പ്രസംഗത്തിന്റെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പിന്നെ എങ്ങനെയാണ് റസൂൽ ആവുക എന്ന് ചോദിച്ചാൽ, നബിമാരിൽ നിന്ന് റസൂൽ ആവുക എങ്ങനെയാന്ന് ചോദിച്ചാൽ, അവർക്ക് പുതിയ ശരീഅത്ത് ഉണ്ടാവും, ഒരു പുതിയ നിയമം ഉണ്ടാവും. അതാണ് റസൂല്. അതായത് ഒരു നിയമം നിലവിൽ ഉണ്ടാവുകയും എന്നിട്ട് ആ നിയമം വൃത്തികേടാവുക, ശിർക്കും മറ്റൊക്കെ കലരുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ജനങ്ങളെ പുതിയ ശരീഅത്തുമായി നയിക്കുന്നവരാണ് റസൂല്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ റസൂല് നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. ആദം നബിക്ക് പുതിയ നിയമമല്ല, കാരണം ആദം നബി ഉള്ളപ്പോൾ മുശ്രിക്കൊന്നുമില്ല, കുഫറില്ല, ഷിർക്കില്ല, ഒന്നുമില്ല. ആദം നബിയുടെ മക്കളെയും കുടുംബത്തെയും ദീനി പഠിപ്പിക്കുകയായിരുന്നു. ആദം നബിയുടെ കാലശേഷം പല നബിമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ കാലക്രമേണ സമൂഹം ദുഷിച്ചപ്പോൾ ആദ്യമായി പുതിയൊരു ശരീഅത്ത് നൽകിക്കൊണ്ട് ബി ശരീഅത്തിൻ ജദീദ എന്നാണ്, പുതിയ ശരീഅത്തുമായി അള്ളാഹു അയച്ച റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. എന്നാൽ നബിമാർക്ക് എന്തില്ല? പുതിയ ശരീഅത്തില്ല. മറ്റു നബിമാർക്ക്, റസൂലല്ലാത്ത നബിമാർക്ക് പുതിയ ശരീഅത്തില്ല. അവർക്ക് എന്തേ ഉള്ളൂ? ഏതെങ്കിലും മുൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നബിയുടെ ശരീഅത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ഉദാഹരണം, ഹാറൂൻ നബി അലൈഹിസ്സലാം. ഹാറൂൻ നബിക്ക് ഒരു പുതിയ ശരീഅത്തില്ല. ഹാറൂൻ നബി ആരാണ്? മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ്, ഇക്കാക്കയാണ്. മൂസാ നബിയുടെ സ്വന്തം ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം. മൂസാ നബിക്കാണ് പുതിയ ശരീഅത്തുള്ളത്, അതുകൊണ്ട് മൂസാ നബി റസൂലാണ്. ഹാറൂൻ നബി മൂസാ നബിയുടെ ശരീഅത്ത് അനുസരിച്ചാണ് പിന്നെ ദഅവത്തൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഹാറൂൻ നബി ആരല്ല? റസൂലല്ല, നബിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1,24,000-ൽ പരം പ്രവാചകൻ, മൊത്തം പറയുമ്പോൾ റസൂലിനെയും പിന്നെ റസൂലും അമ്പിയ കൂടിയ പ്രവാചകന്മാരെന്ന് പൊതുവെ പറയും. അതിൽ 313 പേരാണ് റസൂൽ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനം കൊടുത്ത് അള്ളാഹു ഉയർത്തിയവർ. ഇനി അതിൽ തന്നെ ക്യാബിനറ്റ് പദവിയുള്ളവരുണ്ട്. ഉദാഹരണം പറയാം, മന്ത്രിമാരല്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ കുറേ മന്ത്രിമാരുണ്ടാവും, എല്ലാ മന്ത്രിമാരും ഒരേ സ്ഥാനത്തല്ല. ഇപ്പം നമ്മുടെ പിന്നെ തൃശ്ശൂർ നിന്നുള്ള മന്ത്രി സഹമന്ത്രിയാണ്, പിന്നെ തെക്കുന്ന് വേറൊരു മന്ത്രിയുണ്ട്. ഒക്കെ കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ സഹമന്ത്രിമാരാണ്. അവർക്ക് ക്യാബിനറ്റ് പദവിയില്ല. ഉദാഹരണമാണ്, എക്സാമ്പിളായിട്ട് മാത്രം എടുക്കണേ. റസൂൽ, ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ റസൂല് തന്നെ എന്ത് ചെയ്യും? പിന്നെ കുറച്ച് സ്ഥാനം കൂടിയവരുണ്ട്. അതിൽ 5 പേരാണ്. 5 പേരെ നിർബന്ധമായി നമ്മൾ അറിയണം. അവരെ ഖുർആൻ പറഞ്ഞത് ഉലുൽ അസ്മ് എന്നാണ്, അസ്മുള്ളവർ എന്നാണ്. വലിയ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട 5 നബിമാർ, അവരാണ് ഏറ്റവും അധികം സ്ഥാനമുള്ളവർ. ആ 5 നബിയിൽ 5-ാമത്തെ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. 4-ാമത്തെ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. 3-ാമത്തേത് മൂസ അലൈഹിസ്സലാം. പിന്നെ 2-ാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാം. 1-ാമത്തേത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 1 മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ. നമ്മൾ ആലോചിച്ച് നോക്ക്, അള്ളാഹിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാ? മനുഷ്യരാണ്, സംശയമൊന്നുമില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല അള്ളാഹു തആല സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് അള്ളാഹു തആല ആദരിച്ചിട്ടുള്ളത്. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്താണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വലാത്തൊക്കെ ഒന്ന് ഉഷാറാവുന്നുണ്ട് ഇൻഷാ അല്ലാ. അങ്ങനെ വേണം. ഇത് പള്ളിയിലൊക്കെ വല്ലാണ്ട് ഒച്ചയും ബഹളിട്ട് ചെയ്യണമെന്നല്ല. എങ്കിലും ചില ആള് ഒരു കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാവൂല അല്ലെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്നാമത്തെ നബി. റസൂലുള്ളാഹിന്റെ സ്ഥാനപ്പേര് ഒരുപാടുണ്ട്. ഒന്ന് അഷ്റഫുൽ ഖൽക്ക്, പഠിക്കണം നമ്മള്. രണ്ട് ഖാത്തിമുൻ നബി. ഖാത്തിമുൻ നബി ഞാൻ പറഞ്ഞു, ആ പ്രവാചകന്മാരുടെ പിന്നെ ഖാത്തിം സീല് ചെയ്ത ആള്. പിന്നെ നബി ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വേറെ നബി ഇല്ല. ഖാത്തിമുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു? ഇബ്രാഹിം അലൈഹി സ്വലാം. എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ സ്ഥാനപ്പേര്? ഖലീലുല്ലാഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. അള്ളാഹുവിന്റെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയാം. പടച്ചോന്റെ ചങ്കാണ്. ആര്? അള്ളാഹ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മൂന്നാം സ്ഥാനത്ത് ആരായിരുന്നു? പറഞ്ഞോളൂ. അതന്നെ, മൂസ അലൈഹിസ്സലാമാണ് മൂന്നാം സ്ഥാനത്ത്. ഇത് നിർബന്ധമായി പഠിച്ചേ പറ്റൂ. ഓരോ മുസ്ലിം പഠിച്ചിരിക്കണം. നബിമാരുടെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് കലീമുല്ലാഹി മൂസ. ഇന്നലത്തെ നമ്മളെ ചോദ്യം അങ്ങനെയാണ്. കലീമുല്ല, അള്ളാഹുവുമായിട്ട് സംസാരിച്ച നബി എന്ന അർത്ഥത്തിൽ കലീമുല്ല മൂസ അലൈഹിസ്സലാം. നാലാം സ്ഥാനത്ത് ആരായിരുന്നു? ഈസ അലൈഹിസ്സലാം. കലിമത്തുള്ള. കലീമുള്ളയും കലിമത്തുള്ളയും വ്യത്യാസമുണ്ട്. കലിമത്തുള്ള അത് പിന്നെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. കലിമത്തുള്ള, റൂഹുള്ള എന്നൊക്കെ പറയും. ആരെ? ഈസാ നബി അലൈഹി സ്വലാമിന് കലിമത്തുള്ള, റൂഹുള്ള എന്നൊക്കെ പറയും. അതാണ് ഈസാ നബി അലൈഹി സ്വലാം. നാലാം സ്ഥാനം ഈസാ നബിക്കാണ്. അഞ്ചാം സ്ഥാനത്ത് നൂഹ് അലൈഹി സ്വലാം. എന്താ പറഞ്ഞു നൂഹ് നബിക്ക് സ്ഥാനപ്പേര്? പറഞ്ഞ് ഷെയ്ഖുൽ അൻബിയ എന്ന് പറയാം. അൻബിയാക്കരുടെ കാർന്നൂര്. കാർന്നൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ആളെന്നുള്ള ആൾക്കല്ല. ഏറ്റവും ആദ്യത്തെ ആൾ വേണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ നബി പിന്നെ ആദ്യ നബിയാണല്ലോ, ഏറ്റവും കൂടുതൽ ജീവിച്ച ആൾ എന്ന അർത്ഥത്തിൽ ഷെയ്ഖുൽ അംബിയ അല്ലെങ്കിൽ അവ്വലുർ റുസുൽ എന്നും പറയാം. ആര്? നൂഹ് നബി അലൈഹി സ്വലാം. ഇതാണ് 1,24,000 പരം പ്രവാചകന്മാർ. അതിൽ 313 പേര് മുർസലിങ്ങൾ. അതിൽ തന്നെ ഉലുൽ അസ്മ് എന്ന് പറയുന്ന 5 നബിമാർ, 5 പ്രവാചകന്മാർ. ഇനി ഖുർആനിൽ പേര് പറയപ്പെട്ടവര് അത് പേര് കാണാതെ പഠിക്കണം നമ്മൾ. ഖുർആനിൽ എത്ര പേര് പറഞ്ഞ്? മാഷാ അല്ലാഹ്, 25 പേര് നബിമാരുടെ പേര് കാണാതെ അറിയോ? പഠിക്കണം കേട്ടാ ഇൻഷാ അല്ലാഹ്. 20 നമ്മളെല്ലാവരും പഠിക്കണം. വിശ്വാസികൾ നമ്മൾ പഠിക്കണം. പിന്നെ മൊത്തം പിന്നെ ബാഴ്സലോണ കളിക്കാരെ പേര് പറയാൻ പറഞ്ഞാൽ മൊത്തം കളിക്കാരെ പേര് പറയും. വിരമിച്ച കളിക്കാരെ പേരും പറയും. വേറെ ക്ലബ്ബുകളുടെ പേരൊക്കെ പറഞ്ഞ അത് കടിച്ചാ പൊട്ടാത്ത പേരുകൾ അതടക്കം അവർ പറയും. ചില ചെക്കന്മാരൊക്കെ പ്ലെയേഴ്സിന്റെ പേരൊക്കെ പറയുന്നത് കേട്ട് എങ്ങനെയാണ് പഠിച്ചോന് ഇവരിതൊക്കെ പഠിച്ച്. ഇപ്പൊ പുതിയ പുതിയ കളിക്കാർ വരുമ്പോൾ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഖുർആനിൽ നിരന്തരമായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലെ 25 നബിമാരെ അത് പാട്ടായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കണ്ടേ ഇൻഷാ അല്ലാഹ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾ പഠിക്കണ എന്തിനാ? അത് ജീവിതത്തിൽ സൂക്ഷിക്കാനാ. വലിയവരും പഠിക്കണം. ഓക്കെ, ഇനി അതവിടെ അവസാനിപ്പിക്കാം. ഇനി പ്രവാചകന്മാർ സാധാരണ മനുഷ്യന്മാരാണോ? അല്ലേ? ഖുർആനില് ഞാൻ ഈ ഓതാൻ പോകുന്ന ആയത്തിന് സമാനമായ, അതായത് അതേ ആശയമുള്ള ഒരുപാട് ആയത്തുകൾ പല സ്ഥലങ്ങളിലുണ്ട്. ഒരു ആയത്ത് മാത്രം ഞാൻ ഓതാം. സൂറത്ത് പിന്നെ അൽ കഹഫിന്റെ അവസാനം, നമ്മൾ ഇന്നാളെ ഓതിയതിന്റെ തൊട്ടടുത്ത് അല്ലാഹു തആല പറയുന്നു, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ. കുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ്. അത് ഈ മാത്രം എന്ന അർത്ഥം വന്നത് ഇന്നമ എന്ന പ്രയോഗത്തിലൂടെയാണ്. അറബി പഠിച്ചവർക്കൊക്കെ അറിയാം. ഇന്നമ കൊണ്ട് ഉപയോഗിച്ചാൽ മാത്രം എന്ന മീനിങ് വരും. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് വായിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷ വായിച്ചിട്ട് മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ, നഊദു ബില്ലാഹ്, എത്ര ലാഘവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട്, ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. അപ്പൊ ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായില്ലേ? ഖുർആൻ പറയുന്നു ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. ഹദീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല.
അപ്പൊ വൈരുദ്ധ്യം ഉണ്ടായില്ലേ? അങ്ങനെ ഖുർആനിലെ ആയത്തുകൾ തമ്മിൽ അല്ലെങ്കിൽ ഹദീസുകൾ തമ്മിൽ അല്ലെങ്കിൽ ഖുർആനും ആയത്തും തമ്മിൽ വൈരുദ്ധ്യം ഒരിക്കലും ഉണ്ടാവൂല. നമുക്ക് തോന്നിയേക്കാം. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ നിയമമുണ്ട്, വ്യവസ്ഥ ഉണ്ട് ഇസ്ലാമിൽ. ജംഇയ്യാന്ന് പറയും. അത് പറയും സാധാരണക്കാർക്ക് മനസ്സിലാകൂല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്. ഇന്നൊന്നുമല്ല, നൂഹ് അലൈഹി ഇസ്ലാമിനോടക്കം എല്ലാ നബിമാരോടും അവരവരുടെ ജനത പറഞ്ഞൊരു കാര്യമാണ്, ഇനിയിപ്പോ എന്തൊരു സാധാരണ മനുഷ്യൻ. അപ്പൊ ജനങ്ങളുടെ കൺസെപ്റ്റ് എന്തായിരുന്നു അറിയോ? അവർ മലക്കായിരിക്കണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, ജനങ്ങളോടൊപ്പം അങ്ങാടിയിൽ നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരാളായിരിക്കണം നബി. ഖുർആനിലുണ്ടല്ലോ മാലിഹാദർ റസൂൽ, ഇത് എന്ത് റസൂലാണിത്? ഭക്ഷണം കഴിക്കുന്ന റസൂലോ? വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്ന റസൂലോ? വിവാഹം കഴിക്കുന്ന റസൂലോ? അപ്പൊ ജനങ്ങൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് പരത്തിരുന്ന ഒരു കാര്യമാണെന്ത്? റസൂലാകണമെങ്കിൽ മലക്കായിരിക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുത ജീവിയായിരിക്കണം. ആ ഒരു കുപ്രചരണത്തെ പൊളിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ശരീരമുള്ള, പിച്ചിയാൽ വേദനിക്കുന്ന, സന്തോഷവും സങ്കടവുമുള്ള, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, മലമൂത്ര വിസർജനം ചെയ്യുന്ന, കുടുംബജീവിതം ഒക്കെയുള്ള നിങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ, അതുപോലെ തന്നെ ഞാനും മനുഷ്യനാണ്. പക്ഷേ അങ്ങനെ മനുഷ്യനാണെങ്കിൽ പോലും യൂഹാ ഇലയ്യ, നിങ്ങളിൽ നിന്ന് ഞാൻ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. അതെന്താ? നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തത് വഹിയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ സാധാരണ മനുഷ്യന്മാരല്ല എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും. സാധാരണ മനുഷ്യൻ എന്ന് വളരെ ലാഘവത്തോടെ നമ്മളെപ്പോലുള്ള മനുഷ്യൻ അത്രേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, മനുഷ്യ ശരീരവും വികാരവും വിചാരവും എല്ലാമുള്ള അർത്ഥത്തിൽ അവർ 100% നബിമാര് മനുഷ്യരാണ്. എന്നാൽ നമ്മളെപ്പോലെയല്ല. ഇനി അത് പറയണമെങ്കിൽ കുറെ പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. ബാക്കി അതല്ല പറയാൻ പോണ്. നാളെ പറയാൻ പോകുന്നത് എന്തിനാണ് നബിമാർ അല്ലാഹു തആല നിയോഗിച്ചത്, അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാണ് നബിമാർ അല്ലാഹു തആല നിയോഗിച്ചത്? സൂറത്ത് അംബിയായിൽ കാണാം, വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ മിൻ റസൂലിൻ വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമാണ് ഇലാഹ് എന്ന് പറയാൻ വേണ്ടിയല്ല. എല്ലാ നബിമാരും പറഞ്ഞത് അതാണ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതുകൊണ്ട് റബ്ബിനെ വഴിപ്പെടണം. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവിടെ നിർത്തുകയാണ്. ബാക്കി ഇതിന്റെ ഈ ഭാഗം നാളെ പറയുള്ളൂ. ഞാൻ മാത്രമാണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരെങ്കിലും ഒന്ന് എന്റെ മീനിങ് പറഞ്ഞ്. ഇലാഹിന്റെ അർത്ഥം എന്താ? തെറ്റോന്ന് ചോദിച്ചിട്ട് ആരും പറയാത്ത. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെയാണ് മുസ്ലിം സമുദായത്തിന് വലിയ അളവിൽ അബദ്ധം പറ്റിയത്. ഇലാഹ് എന്നതിന് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം ആരാധ്യൻ എന്നാണ്, അല്ലേ? എന്നിട്ട് പറയും ആരാധനക്ക് അർഹൻ അല്ലാഹ്. അവിടെ നിന്നാണ് നമ്മുടെ അബദ്ധങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പൊ ഇലാഹ് എന്താണെന്നും ഇലാഹ് ആരാണെന്നും പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാനും കേൾക്കാനും പഠിക്കാനും പകർത്താനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. 2 മിനിറ്റ് നേരം, വെള്ളിയാഴ്ചയാണല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ അല്ലാഹുവേ പരിശുദ്ധ റമളാനിലെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ചയിൽ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ ചെയ്ത അമലുകളെ സ്വീകരിക്കണേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളെ നീ കബൂലാക്കണേ അല്ലാഹുവേ പരിശുദ്ധ റമളാനിന്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ ശിർക്കിൽ നിന്ന് രക്ഷിക്കണേ ഉജ്ബിൽ നിന്ന് രക്ഷിക്കണേ അസൂയയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ നിഫാഖിൽ നിന്ന് ശുദ്ധിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹൃദയത്തെ മലിനപ്പെടുത്തുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ വൃത്തിയാക്കണേ അല്ലാഹുവേ നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ നിന്റെ ഹബീബിനെ ശരിക്ക് സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, നിന്റെ ഹബീബിന്റെ ഖബർ ശരീഫ്
ഷരീഫിന്റെ ചാരത്തെത്താൻ, ആ നിന്റെ ഹബീബിന്റെ റൗളയിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. വെള്ളിയാഴ്ചയാണ് റഹ്മാനെ, വെള്ളിയാഴ്ചയുടെ എല്ലാ ആദാബുകളും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ തെറ്റുകൾ പൊറുക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ സംഭവിച്ചവരാണല്ലാ. അല്ലാഹുവേ, നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവരെ ഖബറുകളെ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമ ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.